Hello everyone, welcome to a new class. Today we are going to study the first unit of the 7th standard. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെ ഒരു ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്റർ. വാട്ട് ഈസ് മീൻ ബൈ ഹാർമണി ഓഫ് മാർവൽസ്? That is the title of our unit, Harmony of Marvels. Marvels means അത്ഭുതങ്ങൾ. ഹാർമണി എന്ന് പറഞ്ഞാൽ യൂണിറ്റി, അത്ഭുതങ്ങളുടെ സമന്വയം, അത്ഭുതങ്ങളെല്ലാം യോജിപ്പിച്ചുണ്ടാകുന്നൊരു സംഭവം. Look at the picture here. What do you understand from the picture? These are marvels of universe. പ്രപഞ്ചത്തിൻ്റെ അത്ഭുതത്തെ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് താഴെ തന്നിരിക്കുന്ന ഒരു കോട്ട് നോക്കാം. ആര് പറഞ്ഞിരിക്കുന്ന കോട്ടാണത്? സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്ന കോട്ടാണ്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ആദ്യം ആരാണ് സോക്രട്ടീസ്? സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്, ഗ്രീക്ക് തത്വചിന്തകനാണ്. ഏതൻസിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹം ഏകദേശം 469-470 BCകളിൽ ജനിച്ച് 399 വരെ ജീവിച്ചിരുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്, നമ്മളെപ്പോഴും പറയാറുള്ള ഒരു മെത്തേഡ്, സോക്രട്ടിക് മെത്തേഡ് എന്നുള്ളത്. കാരണം അദ്ദേഹം ഹീസ് നോൺ ഫോർ ദ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ്. എന്ത് കണ്ടാലും ചോദ്യം ചെയ്യുക എന്നുള്ളൊരു രീതി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അദ്ദേഹം ഈ കോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം. അത്ഭുതം എന്തിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ. അപ്പോൾ വിവേകത്തിൻ്റെ തുടക്കമാണ് അത്ഭുതം. വിവേകം അതല്ലെങ്കിൽ വിസ്ഡം, അതിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനം, അതിൻ്റെ തുടക്കമാണ് അത്ഭുതം എന്നാണ് സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത്. റോബോട്ട്സ് എ വണ്ടർ ഓഫ് ദ ടൈം. ഈ കാലഘട്ടത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് റോബോട്ട്സുകളാണ്. Now turn the next page. What is the picture about? What do you see in this picture? In this picture we can see the different types of robots. Now what is robot? അപ്പോൾ എന്താ റോബോട്ട്? ഈ പിക്ചറിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള റോബോട്ടുകളെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ശരിക്കും റോബോട്ട് എന്ന് പറഞ്ഞാൽ? റോബോട്ട് ഈസ് എ മെഷീൻ that can move independently and perform task automatically. അല്ലേ? സ്വതന്ത്രമായിട്ട് ചലിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ജോലികൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് റോബോട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് വേർഡാണ്. റോബോട്ട എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് റോബോട്ട് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ഫോഴ്സ്ഡ് ലേബർ എന്നാണ്. ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ വർക്ക് എന്നാണ് ശരിക്കും അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സുകൾ നമുക്കറിയുന്നത്? ഒരുപാട് തരത്തിലുള്ള റോബോട്ടുകളുണ്ട്. അതിൽ ഇൻഡസ്ട്രിയൽ റോബോട്ട് ഉണ്ട്, സർവീസ് റോബോട്ട് ഉണ്ട്, മെഡിക്കൽ റോബോട്ട് ഉണ്ട്. മെഡിക്കൽ റോബോട്ടൊക്കെ നമുക്കറിയാം, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മിലിറ്ററി ആൻഡ് ഡിഫൻസ് റോബോട്ടുകളുണ്ട്. അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അഗ്രികൾച്ചറൽ റോബോട്ടുകളുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷണൽ റോബോട്ടുകളുണ്ട്. ഹ്യൂമനോയിഡ് റോബോട്ട്, ഹ്യൂമൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നവ, അതായത് മനുഷ്യൻ്റെ സഹായത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള റോബോട്ടുകൾ. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള റോബോട്ടുകൾ, ഇപ്പോൾ മ്യൂസിക് അതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കാൻ നമ്മളെ സഹായിക്കുന്ന റോബോട്ടുകൾ. അപ്പോൾ സോ മെനി റോബോട്ട്സ് ആർ ഹിയർ നവഡേയ്സ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് റോബോട്ടുകളാണ് നമുക്ക് പരിചയമായിട്ടുള്ളതും പരിചയമല്ലാത്തതുമായിട്ടുള്ളത്. നൗ ദർ ആർ സം ക്വസ്റ്റ്യൻസ് ബിലോ ദ പിക്ചർ. ലെറ്റ് us discuss the first question. What are some common tasks that robot can perform? റോബോട്ടുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റോബോട്ടുകൾ ചെയ്യുന്ന പൊതുവായിട്ടുള്ള കുറച്ച് ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ടുകളെ പഠിച്ചപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ റോബോട്ടും ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന്. എന്നാലും കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഡെലിവേഴ്സ് ഓൺലൈൻ ഓർഡേഴ്സ്, അതുപോലെ തന്നെ റൂം സർവീസ് ആൻഡ് ഈവൻ ഫുഡ് പാക്കറ്റ്സ് ഡ്യൂറിങ് എമർജൻസീസ്. ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ റോബോട്ടുകളെ കൊണ്ട് സാധിക്കും. പിന്നെ അസിസ്റ്റ് ഡ്യൂറിങ് സർജറീസ്,
അതുപോലെ തന്നെ മെഡിക്കൽ റോബോട്ടുകളെ കൊണ്ട് ഈ സർജറീസിൻ്റെ സമയത്തൊക്കെ സഹായിക്കാൻ സാധിക്കും. ഇനി റോബോട്ട് ക്യാൻ ഓൾസോ മേക്ക് മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ് റോബോട്ടുകളുണ്ട്. അവയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മേക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മോണിറ്ററിങ് ഷോർ ലൈൻസ് ഫോർ ഡേഞ്ചറസ് പ്രെഡിക്റ്റേഴ്സ്, ഈ അപകടകരമായിട്ടുള്ള സംഭവങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ, അതായത് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില റോബോട്ടുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. റെസ്ക്യൂ, അതുപോലെ തന്നെ ഈവൻ അസിസ്റ്റ് വിത്ത് ഫുഡ് പ്രിപ്പറേഷൻസ്. ഹ്യൂമനോയിഡ് ആയിട്ടുള്ള റോബോട്ടുകൾ ഉണ്ടാവും. അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിച്ചണിലൊക്കെ സഹായിക്കാൻ, അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന റോബോട്ടുകളുണ്ട്. ഹൗസ് ഹോൾഡ് ചോഴ്സ് ഒക്കെ ചെയ്യുന്നത്, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന റോബോട്ടുകളെയും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, ഹാവ് യു എവർ സീൻ ഓർ എ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് എ ഹൗസ് ഹോൾഡ് ചോഴ്സ്? വീട്ടുകാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന റോബോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. കാരണം ഫിലിമിലൊക്കെ നമ്മൾ കാണുന്നതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് മെയിൻ റോൾ ചെയ്യുന്നതിന് ഒരു റോബോട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് റോബോട്ടുകൾ ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ജോലികളൊക്കെ ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്, ഐ ഹാവ് സീൻ robots that help with the household chores. Third question, if you get the services of a robot at home, what will you make it to do? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു റോബോട്ടിൻ്റെ സർവീസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ റോബോട്ടിനെ കൊണ്ട് എന്തൊക്കെ ജോലികളാണ് ചെയ്യിപ്പിക്കുക എന്നാണ് ചോദിച്ചുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യിപ്പിക്കുക? സാധാരണ ഒരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ലക്കിയാണ്. കാരണം ഒരുപാട് സംഭവങ്ങൾ നമുക്കതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഹൗസ് ഹോൾഡ് ചോഴ്സ്, അതായത് ക്ലീനിങ്, ലോണ്ട്രീസ്, ഡിഷസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഒക്കെ, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും റോബോട്ട് സഹായിക്കും. രണ്ടാമെന്ന് പറയുന്നത് കുക്കിംഗ് ആൻഡ് മീൽ പ്രിപ്പറേഷനാണ്, അതായത് പാചകം ചെയ്യാൻ. അത് റോബോട്ടിക് ഷെഫൊക്കെ നന്നായിട്ട് ഉണ്ടാവും, കുക്ക് ചെയ്യാൻ അസിസ്റ്റൻ്റ് ചെയ്യാനൊക്കെ പറ്റും. മൂന്നാമത്തെ നമ്മൾ പോയിന്റ് പറഞ്ഞാൽ ഹോം മെയിൻ്റെനൻസ് ആണ്, അതായത് റിപ്പയറിങ്, പെയിൻറ്റിങ് ആൻഡ് പെർഫോമിങ് റുട്ടീൻ മെയിൻ്റെനൻസ് ഒക്കെ നമുക്ക് പറ്റും. ഇനി പേഴ്സണൽ അസിസ്റ്റൻസിന് വേണമെങ്കിൽ നമുക്ക്, അതായത് നമ്മളെ പേഴ്സണലായിട്ടുള്ള സഹായത്തിന് വേണമെങ്കിൽ റോബോട്ടിനെ ഉപയോഗിക്കാം. അത് ഹെൽപ്പിംഗ് വിത്ത് ഡെയിലി റുട്ടീൻസ്, ബാത്തിങ്, ഡ്രസ്സിങ്, അതുപോലെ തന്നെ മാനേജിങ് മെഡിറ്റേഷൻസിനൊക്കെ നമുക്ക് റോബോട്ടിനെ സഹായിക്കാം. അതുപോലെ തന്നെ കമ്പാനിയൻഷിപ്പിന് സോഷ്യൽ റോബോട്ട്സുകളുണ്ട്. കമ്പാനിയൻഷിപ്പിന് പറ്റുന്നത് പ്ലേ ഗെയിംസ്, അതുപോലെ തന്നെ വാച്ച് മൂവീസ് ടുഗെദർ, ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് സിനിമയ്ക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റോബോട്ടിനൊപ്പം കളിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പെറ്റ് കെയർ ഉണ്ട്. പെറ്റ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ പെറ്റുകൾക്ക് ഫീഡ് ചെയ്യാൻ, അവയോടൊപ്പം വാക്ക് ചെയ്യാൻ, പ്ലേയിങ് വിത്ത് പെറ്റ്സ്, അതിനൊരു കൂട്ടായിട്ട് സർവീസ് ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. ഹോം സെക്യൂരിറ്റി ഉണ്ട്, അതായത് വീടിനെ സെക്യൂരിറ്റി ചെയ്യുന്നത്, മോണിറ്ററിങ് ചെയ്യാൻ, റെസ്പോണ്ടിങ് ദി സെക്യൂരിറ്റി, തീവ്സുകൾ, അത് കള്ളന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭീഷണികളൊക്കെ വരുന്നുണ്ടെങ്കിൽ നോക്കാനുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് ചില റോബോട്ടുകൾ നിർത്താറുണ്ട്. പിന്നെ ഗാർഡനിങ്, അതായത് പ്ലാന്റിങ്, ചെടികൾ നടുക, അതുപോലെ അതിന് വാട്ടറിങ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഔട്ട്ഡോർ സ്പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടുകളുണ്ട്, അതായത് ഹോസ്റ്റിംഗ് പാർട്ടീസ്, അതായത് അതിഥികളെ സ്വീകരിക്കുക, പ്ലേയിങ് മ്യൂസിക്, ക്രിയേറ്റിംഗ് ആർട്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോബോട്ടുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു റോബോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുന്നത് സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഡോർവേയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേര് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ഉപകരണങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രം പറയാം, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണേ. സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ സ്മാർട്ട് TVs ഉണ്ടാവും, പിന്നെ ഗെയിമിംഗ് കൺസോൾസ് ഉണ്ട്, അതായത് പ്ലേ സ്റ്റേഷൻ, ഹോം തിയേറ്റർ ഒക്കെ, പിന്നെ സ്മാർട്ട് സ്പീക്കേഴ്സ് ഉണ്ട്, സോനോസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, പിന്നെ വൈഫൈ റൂട്ടേഴ്സ്, അതുപോലെ മോഡം, പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ്, പിന്നെ സ്മാർട്ട് ഹോം ഡിവൈസസ്, അതായത് സെക്യൂരിറ്റി ക്യാമറാസ്, തെർമോസ്റ്റേറ്റ്സ്, പിന്നെ ഡോർ ബെല്ല്, ലോക്ക്, പിന്നെ ലൈറ്റിംഗ് സിസ്റ്റം. ഇനി കിച്ചൺ അപ്ലയൻസസ് സാധാരണ ഉപയോഗിക്കുന്നത് കോഫി മേക്കേഴ്സ് ഉണ്ട്, സ്ലോ കുക്കേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡ് മിക്സേഴ്സ്, ബ്ലെൻഡേഴ്സ്, അതുപോലെ ഗ്രൈൻഡറുകൾ,
ടി വി, ഫ്രിഡ്ജ്, ഇതൊക്കെ തന്നെയാണ്. ഹോം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിറ്റ്നസ് ആയിട്ടുള്ള ട്രാക്കേഴ്സ് ഉണ്ടല്ലോ, ഫിറ്റ്നസ് ട്രാക്കേഴ്സ്. പിന്നെ ക്ലീനിങ് മെയിൻ്റെനൻസ് ഉണ്ട്, ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ്. അതിൽ ഇപ്പോൾ റോബോട്ട് വാക്കംസ് ഉണ്ടാവാം, സ്മാർട്ട് മോപ്സുകൾ ഉണ്ടാവാം, സ്മാർട്ട് പ്ലഗ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും ഡിവൈസസും ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എ റോബോട്ട് വിത്ത് എ വൈറസ്, അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.